അങ്ങനെ 4 ദിവസത്തെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ന് നൈറ്റ് ഓഫ് കിട്ടി. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ പകൽ കിടന്നുറങ്ങണ്ട, രാത്രി എന്തായാലും കിടന്നുറങ്ങാമല്ലോ. ഞാൻ പിന്നെ പകൽ ഉറങ്ങിയാലും രാത്രി നന്നായിട്ട് ഉറങ്ങുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ച് വെറുതെ അത്രയും ടൈം കളയണ്ട. നമ്മൾ പ്രൊഡക്റ്റീവ് ആവാമെന്ന് തീരുമാനിച്ചതാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എഴുന്നേറ്റ് ക്ലീനിങ് ഒക്കെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും ഓണാവാനായല്ലോ, 2 ദിവസം കഴിഞ്ഞാൽ ഓണമാണ്. ഇപ്രാവശ്യത്തെ ഓണം ഇവിടെ വെച്ചിട്ടല്ല, മാമൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ഓണത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ നിന്നാണ് സദ്യയൊക്കെ. പക്ഷേ ഇവിടെ പൂവിടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഓരോരോ ഏരിയ ആയിട്ട് ഇങ്ങനെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. ആദ്യം തന്നെ സിറ്റ് ഔട്ട് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച്. സിറ്റ് ഔട്ടിൽ കുറച്ച് വോൾ ഡെക്കേഴ്സ് ഉണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ചെറുതായിട്ടൊന്ന് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നേ. മുന്നിൽ കൂടെ ബസ്സൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഭയങ്കര പൊടിയാണ്. അപ്പോൾ ആ ഒരു കുറച്ച് പൊടി മാത്രമാണ് ഇത്. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് പിന്നെ നിലം എന്തായാലും ഡെയിലി രാവിലെ കഴുകുന്നതാണ് സിറ്റ് ഔട്ട്. ഈ പൂവിടാനുള്ളത് കൊണ്ട് എന്തായാലും കഴുകും. അപ്പോൾ പിന്നെ അവിടെ കാര്യമായിട്ട് ക്ലീനിങ് ഒന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് കസേരയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് ബാക്കിയുണ്ടായ ഭാഗം ഒന്ന് അടിച്ചു വാരി കളഞ്ഞിട്ട് ഞാൻ നേരെ ലിവിങ് റൂമിലേക്ക് കയറി. ഇവിടെ ടി വിൻ്റെ സ്ക്രീനൊന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു. അത് വൈപ്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് അതിന് തൊട്ട് താഴെയുള്ള ടി വി സ്റ്റാൻഡ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ചെറിയൊരു സ്റ്റാൻഡാണ്. നമുക്ക് ഭയങ്കര സ്പേസൊക്കെ കുറച്ച് സ്പേസ് എടുക്കുകയുള്ളൂ, എന്നാൽ ഒരുപാട് സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ കൊള്ളുവേ. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സ്ഥലമുണ്ട്. അതിൻ്റെ മേലെയാണ് ഞാൻ സെറ്റപ്പ് ബോക്സൊക്കെ വെച്ചത്. അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനത്തെ കാര്യങ്ങളും റിമോട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ അങ്ങ് വെക്കോളും. അതും ഒന്ന് തുടച്ചിട്ടു. പിന്നെ ജനലുകളൊക്കെ ഒന്ന് പൊടി തട്ടി, മേലെയും കുറച്ച് പൊടി തട്ടാൻ മാറാലെയൊക്കെ ഒന്ന് തട്ടിയിട്ട് അവിടെ ഒന്ന് അടിച്ചു വാരി. പിന്നെ ഡൈനിങ് ടേബിൾ ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു. ഡൈനിങ് ടേബിളിൻ്റെ മേലെ പുതിയത് കൊണ്ടുവരുന്ന ഇങ്ങനെ വെക്കുക. അപ്പോൾ അതൊന്ന് എടുത്തിട്ടാണ് പൂവിടാൻ വേണ്ടിയിട്ട് പൂക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വേസ്റ്റും പിന്നെ ഈ വാടാമല്ലീൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, ഒരു ചെറിയൊരു പൊടി പോലെ ഉണ്ടാവും, അതുമൊക്കെ ടേബിളിൻ്റെ മേലെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് തട്ടിക്കളഞ്ഞ് താഴെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ ഹോളും പൂജാ റൂമും ഉണ്ടായിരുന്നു. പൂജാ റൂമിലൊന്നും മാറ്റി വെക്കാനോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഓൾറെഡി ക്ലീനായി കിടക്കുന്നതായിരുന്നു. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് അടിച്ചു വാരിയിട്ടു. പിന്നെ ഹോളും ഒന്ന് അടിച്ചു വാരി ചെരുപ്പുകളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് പിന്നെ ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് വന്നു. ഇത് എൻ്റെ റൂമാണേ. എൻ്റെ റൂമിൽ മെയിനായിട്ട് ആ ടേബിൾ മാത്രമേ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിട്ടുള്ളൂ. ആ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തുടച്ചെടുത്ത് ബുക്സൊക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച്. പിന്നെ പപ്പയുടെ റൂമും ബാക്കിയുള്ളൊരു ഹോളും കൂടെ ഉണ്ടായിരുന്നു. അതും വേഗം ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ഞാൻ പോയിട്ട് വാഷിംഗ് മെഷീനിൽ ഉണങ്ങിയ തുണികളുണ്ടായിരുന്നു, അത് കൊണ്ടുപോയിട്ട് ടെറസിൻ്റെ മേലെ ആറിയിട്ടു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് എന്നെ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ച്. അപ്പോൾ പിന്നെ ഞാനൊരു ബർഗർ, ഒരു ചോക്ലേറ്റ് ഷേക്കും ഓർഡർ ചെയ്ത് അത് വന്ന് അത് കഴിച്ച് ഞാൻ നന്നായിട്ട് പോയി റെസ്റ്റ് എടുത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.